ഒരു പ്രധാനപ്പെട്ട സാൻസ്ക്രിറ്റ് ഡ്രാമറ്റിസ്റ്റാണ് കാളിദാസ. ഇദ്ദേഹത്തിൻ്റെ കൃതിയാണ് മാളവിക അഗ്നിമിത്രം. ഇതിൽ നിന്ന് തന്നെ നമുക്കിതിൻ്റെ ക്യാരക്ടേഴ്സിൻ്റെ പേര് മനസ്സിലാക്കാൻ സാധിക്കും. മാളവികയും അഗ്നിമിത്രയും. ഹീറോ ആയിട്ടുള്ള അഗ്നിമിത്ര അദ്ദേഹത്തിൻ്റെ മെയ്ഡ് സെർവൻ്റ് ആയിട്ടുള്ള മാളവികയായിട്ട് ഇഷ്ടത്തിലാവുന്നു. ഇതറിയുന്ന ഇദ്ദേഹത്തിൻ്റെ ക്വീന്, അതായത് അദ്ദേഹം രാജാവായിരുന്നു, അദ്ദേഹത്തിൻ്റെ വൈഫ് മാളവികയെ ഇംപ്രിസൺ ചെയ്യുന്നു. ലേറ്ററാണ് ഇവർക്ക് മനസ്സിലാവുന്നത് മാളവിക റോയൽ ബർത്തിലുള്ള ആളായിരുന്നു. സോ ലേറ്റർ അഗ്നിമിത്ര മാളവികയെ അദ്ദേഹത്തിൻ്റെ ക്വീനാക്കി. ഈ ഒരു കൃതിയിൽ വരുന്ന പ്രധാനപ്പെട്ട മെൻഷനാണ് രാജസൂയ യജ്ഞ. രാജസൂയ യജ്ഞം നടത്തുന്നത് ഇദ്ദേഹത്തിൻ്റെ ഫാദറാണ്. ഈ ഒരു നാടകത്തിൻ്റെ തീം നടക്കുന്നത് ഉജ്ജയിനിലാണ്. കാളിദാസയുടെ മറ്റൊരു സാൻസ്ക്രിറ്റ് പ്ലേ ആണ് അഭിജ്ഞാന ശാകുന്തളം. ഈ ഒരു നാടകത്തിലെ പ്രധാനപ്പെട്ട 3 ക്യാരക്ടേഴ്സാണ് ദുഷ്യന്ത. ദുഷ്യന്ത എന്ന് പറയുന്നത് ഹസ്തിനപൂരിലെ രാജാവായിരുന്നു. മറ്റൊന്ന് ശകുന്തള, ഇവർ ഒരു സേജായിട്ടുള്ള വിശ്വമിത്ര എന്ന സേജിൻ്റെ മകളാണ്. മറ്റൊന്ന് അപ്സരസ് ആയിട്ടുള്ള മേനക. ഒരു വെസ്റ്റേൺ ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുന്ന ആദ്യത്തെ ഇന്ത്യൻ ഡ്രാമ കൂടിയായിരുന്നു ശകുന്തള. ഇത് ട്രാൻസ്ലേറ്റ് ചെയ്തത് സർ വില്യം ജോൺസ് ആണ്. റൈറ്റ് സൈഡ് കൊടുത്തിട്ടുള്ള ഫേമസ് ആയിട്ടുള്ള പെയിൻറ്റിങ്ങും ഈ ഒരു കൃതിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. കാളിദാസ എഴുതിയിട്ടുള്ള മറ്റൊരു സാൻസ്ക്രിറ്റ് ഡ്രാമയാണ് വിക്രമോർവശിയം. മുന്നേ പേര് പറഞ്ഞ പോലെ ഇതിൻ്റെ പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സാണ് വിക്രമനും ഉർവശിയും. ഇന്ദ്രൻ്റെ സദസ്സിലുണ്ടായിരുന്ന 26 അപ്സരസ്, അതായത് സെലസ്റ്റിയൽ നിംഫ്സിൽ ഒരാളായിരുന്നു ഉർവശി. ഇവരുടെ ഡാൻസ് ഫോം സ്പെഷ്യലൈസേഷൻ എന്ന് പറയുന്നത് ഡിവോഷണൽ ലവ് ആയിരുന്നു. ഇതിൻ്റെ പ്രധാനപ്പെട്ട മെയിൻ ഹീറോ ആയിട്ടുള്ള പുരുവാസ് ചന്ദ്രഗുപ്ത വിക്രമാദിത്യയുടെ ക്വാളിറ്റീസ് റിഫ്ലക്റ്റ് ചെയ്യുന്നുവെന്ന് പറയുന്നു. പുരുവാസ് സണ്ണിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. വിക്രമാദിത്യ എന്ന പദത്തിൻ്റെ അർത്ഥം ഗ്ലോറി ഓഫ് സണ്ണ് എന്നാണ്. ഇതിൽ 5 സീൻസാണുള്ളത്. അതുകൊണ്ട് ഇതിനൊരു 5 ആക്ട് ഡ്രാമ ആയിട്ട് പറയാം. രാജാ രവിവർമ്മയുടെ ഉർവശിയുടെ പെയിൻറ്റിംഗ് ആണ് ഈ ഒരു പിക്ചറിൽ കൊടുത്തിട്ടുള്ളത്. കാളിദാസ എഴുതിയിട്ടുള്ളൊരു സാൻസ്ക്രിറ്റ് എപ്പിക് പോയമാണ് രഘുവംശ. 3 ഭാഗങ്ങളിലായിട്ട് തിരിച്ചിട്ടുള്ള ഈ ഒരു കാവ്യം 19 സർഗങ്ങളായിട്ടാണ് എഴുതിയിട്ടുള്ളത്. രഘുവംശ എന്ന വേർഡിൽ തന്നെയുണ്ട് രഘുവിൻ്റെ ലീനേജാണ് ഇതിൽ പറയുന്നത്, അതായത് ലോർഡ് രാമയായിട്ട് ബന്ധപ്പെട്ട ലീനേജ്. സോ രാമൻ്റെ ആൻസെസ്റ്റേഴ്സും രാമൻ്റെ പ്രസൻറ്റ് ലൈഫായിട്ടുള്ള രാമായണവും പിന്നെ ഡിസെൻഡൻസ് ഓഫ് രാമയാണ് ഈ ഒരു പോയത്തിൻ്റെ ഇതിവൃത്തം. രഘുവംശ തന്നെയാണ് സോളാർ ഡൈനാസ്റ്റി ആയിട്ട് വരുന്നത് സൂര്യവംശ. കിങ് ദിലീപിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് അഗ്നിവർമ്മ വരെയുള്ള കിങ്സിനെയാണ് രഘുവംശയിൽ പറയുന്നത്. രഘുവംശയുടെ പല കമൻട്രീസ് എഴുതിയിട്ടുണ്ട്. അതിൽ നമുക്ക് ഏർലിയസ്റ്റ് സർവൈവിംഗ് ആയിട്ട് ലഭിച്ചിട്ടുള്ളത് കാശ്മീരി സ്കോളറായിട്ടുള്ള വല്ലഭദേവയുടെ 10th സെഞ്ച്വറിയിൽ നിന്നുള്ള കമൻട്രിയാണ്. ഏറ്റവും കോമൺ ആയിട്ടുള്ള പോപ്പുലർ ആയിട്ടുള്ള വൈഡ്ലി അവൈലബിൾ ആയിട്ടുള്ള കമൻട്രി എന്ന് പറയുന്നത് മല്ലിനാഥ എഴുതിയിട്ടുള്ള സഞ്ജീവനിയാണ്. ഈ ഒരു കൃതിയിൽ പ്രധാനമായിട്ടും പറയുന്നത് രഘു എന്ന രാജാവിൻ്റെ മിലിറ്ററി എക്സ്പെഡിഷനാണ്. എവിടേക്കാണ് ഇദ്ദേഹം മിലിറ്ററി എക്സ്പെഡിഷൻ പോകുന്നത്? ട്രാൻസോക്സാനിയയിലേക്കാണ്. ആൻഷ്യൻ്റ് ഇന്ത്യയിൽ നമ്മൾ ഓക്സസ് റിവറിനെ വിളിക്കുന്നത് വക്ഷു എന്നാണ്. സോ വക്ഷു വരെയാണ്, സെൻട്രൽ ഏഷ്യയിലുള്ള വക്ഷു വരെയാണ് ഇവർ ഈ ഒരു മിലിറ്ററി എക്സ്പെഡിഷൻ നടത്തുന്നത്. അതിനിടയിൽ ആ വഴിക്ക് പോകുന്ന ലോക്കൽ പീപ്പിളിനെ സബ്ജുഗേറ്റ് ചെയ്യുന്നതൊക്കെ പറയുന്നുണ്ട്. ഇവിടെ വെച്ച് ഹെപ്താലൈറ്റ്സ്, അതായത് വൈറ്റ് ഹുണാസുമായിട്ട് യുദ്ധം ചെയ്യുന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഹുണാസിനെ ഇന്ത്യൻ ലിറ്ററേച്ചറിൽ ട്രഡീഷണലി വിളിക്കുന്നത് മ്ലേച്ഛാസ്, അതായത് ബാർബേറിയൻസ് എന്നാണ്. കാളിദാസൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട കൃതിയാണ് കുമാരസംഭവ. ഇതൊരു എപ്പിക് പോയമാണ്. 17 സർഗങ്ങളുള്ളതിൽ നമുക്ക് 8 സർഗങ്ങൾ മാത്രമേ അദ്ദേഹത്തിൻ്റെ ഓതർഷിപ്പാണെന്ന് ആക്സെപ്റ്റ് ചെയ്തിട്ടുള്ളൂ. ഈ ഒരു വർക്കിൽ നമുക്ക് കാളിദാസയെ ചന്ദ്രഗുപ്തയുടെ കോർട്ട് പോയിട്ടായിട്ട് പറയുന്നതായിട്ട് കാണാം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. കാരണം നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ട് അശ്വഘോഷ കനിഷ്കയായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അതുപോലെ കാളിദാസ ചന്ദ്രഗുപ്തയായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ശിവപാർവതിയുടെ ലവ് സ്റ്റോറിയും മാരേജും പിന്നെ അവർക്ക് കാർത്തികേയ ഉണ്ടാവുന്നതൊക്കെയാണ്, അതായത് ബർത്ത് ഓഫ് കുമാരയാണ് ബേസിക്കലി ഈ ഒരു പോയത്തിൻ്റെ ഇതിവൃത്തം.
അതുകൊണ്ട് തന്നെ വീരരാസ അതായത് ഹീറോയിസത്തിൻ്റെ രസയിൽ നിന്ന് മാറിയിട്ട് ശൃംഗാര രസത്തിലാണ് ഈ ഒരു കവിത പോകുന്നത്. കാളിദാസയുടെ മറ്റൊരു പ്രധാനപ്പെട്ട കൃതിയാണ് ഋതുസംഹാര. ഇതൊരു മിനി എപ്പിക് പോയമാണ്. ഇത് എഴുതിയിട്ടുള്ളത് സംസ്കൃതത്തിലാണ്. 6 സർഗങ്ങളാണ് ഈ ഒരു കൃതിയിലുള്ളത്. ഈ 6 സർഗങ്ങളും 6 സീസൺസിനെ, അതായത് പേരിൽ പറയുന്ന പോലെ തന്നെ ഋതുക്കളെയാണിത് ഡിനോട്ട് ചെയ്യുന്നത്. ഗ്രീഷ്മ, വർഷ, ശരത്, ഹേമന്ത, ശിശിര ആൻഡ് വാസന്ത. ഇത് ഗ്രീഷ്മ എന്ന് പറയുന്നത് സമ്മർ, വർഷ റെയിൻ, ശരത് ഓട്ടം, ഹേമന്ത കൂൾ, ശിശിര വിൻ്റർ ആൻഡ് വസന്ത സ്പ്രിംഗ്. ഓരോ സീസൺസിനെ പറയുന്നതോടൊപ്പം ഓരോ സീസൺസിലും ലവേഴ്സിനുണ്ടാകുന്ന എക്സ്പീരിയൻസും ഫീലിങ്സും ഇമോഷൻസും ഒക്കെ ഇതിൽ പറയുന്നുണ്ട്. ട്രഡീഷണലി കരുതപ്പെടുന്നത് കാളിദാസ എഴുതിയതിൽ ഏറ്റവും ഏർലിയസ്റ്റ് ആയിട്ടുള്ള കൃതിയാണ് ഋതുസംഹാര. പലർക്കും ഈ ഒരു ആർഗ്യുമെൻറ്റിനെ കുറിച്ച് ഡിസഗ്രിമെൻറ്റും ഉണ്ട്. കൊൽക്കത്തയിൽ ആദ്യമായി പ്രിൻ്റ് ചെയ്ത് പബ്ലിഷ് ചെയ്തിട്ടുള്ള ഫസ്റ്റ് സാൻസ്ക്രിത് കൃതി കൂടിയാണ് ഋതുസംഹാര. കാളിദാസയുടെ മറ്റൊരു കൃതിയാണ് മേഘദൂത. മേഘദൂത എന്ന വേർഡിൻ്റെ മീനിങ് എന്താണ്? മെസ്സഞ്ചർ ഓഫ് ക്ലൗഡ്സ്, മേഘത്തിൻ്റെ ദൂതൻ. ഈ ഒരു പോയത്തിൽ 11 സ്റ്റാൻസാസ് ഉണ്ട്. ഈ ഒരു സ്റ്റോറി പോകുന്നത് ഇങ്ങനെയാണ്. യക്ഷ കുബേര എന്ന കിങ്ങിൻ്റെ ഒരു സബ്ജക്റ്റായിരുന്നു. അങ്ങനെ മൗണ്ട് കാളിദാസയിൽ യക്ഷയുടെ വൈഫ് അദ്ദേഹത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ കുബേര ഈ സെൻട്രൽ ഇന്ത്യയിലേക്ക് യക്ഷയെ നാട് കടത്തുകയും അപ്പം അവിടെ നിന്ന് അദ്ദേഹത്തിനൊരു കത്ത്, അതായത് ഒരു മെസ്സേജ് വൈഫിന് അയക്കണമെന്ന് തോന്നുകയും ചെയ്യുന്നു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ മെസ്സേജ് ഒരു മേഘത്തിനെ ഏൽപ്പിക്കുകയാണ്, അതായത് മേഘദൂത, മെസ്സഞ്ചർ ഓഫ് ദ ക്ലൗഡ്സ്. ഇതിൻ്റെ പേരിൽ നിന്ന് തന്നെ നമുക്കിതിൻ്റെ പ്ലോട്ട് ഈസി ആയിട്ട് കണക്ട് ചെയ്ത് ഓർത്ത് വെക്കാൻ പറ്റും. സോ ഈ ഒരു ട്രാവൽ, അതായത് ഈ മേഘത്തിൻ്റെ മെസ്സേജുമായിട്ടുള്ള ഈ ഒരു വരവിൻ്റെ ഇടയിൽ ബ്യൂട്ടിഫുൾ സൈറ്റ്സ്, വിഷ്വൽ പെർസെപ്ഷൻസ്, അങ്ങനെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. സോ നമ്മൾ കാളിദാസയുടെ ഓൾമോസ്റ്റ് എല്ലാ വർക്ക്സും കവർ ചെയ്തു. സോ നമുക്ക് ജസ്റ്റ് ഒന്ന് ക്വിക്കായിട്ട് റിവൈസ് ചെയ്യാം. ഫസ്റ്റ് പറഞ്ഞ കൃതിയാണ് മാളവിക അഗ്നിമിത്രം. ഇതിൽ നമുക്കറിയാം മാളവിക, അഗ്നിമിത്ര, ഇവർ 2 പേരുമാണ് ഇതിൻ്റെ ക്യാരക്ടേഴ്സ്. ഇതൊരു പ്ലേ ആണ്. ഇതിൻ്റെ ലൊക്കേഷന് ഉജ്ജയിനാണ്. ഇതിൽ നമ്മൾ ഓർത്തിരിക്കേണ്ട പോയിൻ്റ്, ഇതിൽ രാജസൂയ യജ്ഞയെക്കുറിച്ച് പറയുന്നുണ്ട്. നെക്സ്റ്റ് അഭിജ്ഞാന ശാകുന്തളം. അതിൽ ശാകുന്തളം എന്ന വേർഡ് ഉള്ളതുകൊണ്ട് നമുക്ക് എന്തോർത്ത് വെക്കാം? ശകുന്തളയായിട്ട് ബന്ധപ്പെട്ട സ്റ്റോറിയാണ്. ദ റെക്കഗ്നിഷൻ ഓഫ് ശകുന്തള എന്നാണ് ഇതിൻ്റെ മീനിങ്. ഇതും ഒരു പ്ലേ ആണ്. ദുഷ്യന്തൻ്റെയും ശകുന്തളയുടെയും സ്റ്റോറിയാണ്. പിന്നെ ഓർത്തിരിക്കേണ്ട പോയിൻ്റ്, ഫസ്റ്റ് ഇന്ത്യൻ ഡ്രാമ ട്രാൻസ്ലേറ്റ് ടു വെസ്റ്റേൺ ലാംഗ്വേജ്. നെക്സ്റ്റ് വരുന്നത് വിക്രമോർവശീയം, വിക്രമനും ഉർവശിയും. നമുക്ക് ഈസി ആയിട്ട് പേരിൽ നിന്ന് തന്നെ സ്റ്റോറി ഓർത്ത് വെക്കാൻ പറ്റും. ഇതിൻ്റെ ടൈപ്പ് എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ നാടകമാണ്, പ്ലേ ആണ്. ഇതിൽ സൺ ആയിട്ട് ബന്ധപ്പെട്ട കുറേ സോളാറായിട്ടുള്ള ഫീച്ചേഴ്സൊക്കെ ചന്ദ്രഗുപ്തയൊക്കെ ആയിട്ട് വിക്രമാദിത്യയൊക്കെ ആയിട്ട് കണക്ട് ചെയ്തിട്ട് പറയുന്നുണ്ട്. ഇനി നമുക്കുള്ളത് കാളിദാസയുടെ പോയട്രിയാണ്. ഒന്നാമത്തത് രഘുവംശ. ഇതിൽ രഘു എന്ന വേർഡ് തന്നെയുണ്ട്, ലീനേജ് ഓഫ് രഘു. രഘുവായിട്ട് ബന്ധപ്പെട്ട രഘുവിൻ്റെ ലീനേജ്, പരമ്പരയാണ് പറയുന്നത്. രഘു, അജ, രാമ, ദിലീപ്, അഗ്നിവർമ്മ തുടങ്ങിയ കുറേ കിങ്സിൻ്റെ ഒരു ആൻസെസ്ട്രിയാണ് ഇതിൽ പറയുന്നത്. ഇതിൽ ട്രാൻസോക്സാനിയ, ഓക്സസ്, ഹുണാസ്, നമ്മൾ പറഞ്ഞു ട്രാൻസോക്സാനിയയിലേക്ക് പോയി ആ ഒരു സെൻട്രൽ ഏഷ്യൻ പാർട്ടിലേക്ക് ഭാഗത്തേക്ക് പോയിട്ട് ഹുണാസുമായിട്ട് ബാറ്റിലിനെ കുറിച്ചൊക്കെ ഇതിൽ പറയുന്നുണ്ട്. ഓക്സസ് റിവറിൻ്റെ മറ്റൊരു പേര് പറയുന്നുണ്ടായിരുന്നു, അതാണ് വക്ഷു. നെക്സ്റ്റ് കൃതിയാണ് കുമാരസംഭവ. കുമാരസംഭവ എന്ന് പറയുന്നത് നമുക്കറിയാം ശിവപാർവതിയും അവരുടെ മകനായിട്ടുള്ള കുമാര, അതായത് കാർത്തികേയുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റോറിയാണ്. ഇതൊരു എപ്പിക് പോയമാണ്. ഇത് ശൃംഗാര രസയിൽ എഴുതിയിട്ടുള്ളതാണ്. സാധാരണ ഒരുവിധം ഈ ശിവനുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടത് ഏതിലാണ് വരാറുള്ളത്? ഹീറോയിക് ആയിട്ടുള്ളതിലാണ് വരുന്നത്. പക്ഷേ ഇതൊരു റൊമാൻറ്റിക് സ്റ്റോറി ടെല്ലിംഗ് ആണ് പ്രിഫർ ചെയ്യുന്നത്. നെക്സ്റ്റ് ഋതുസംഹാര. ഋതു എന്ന വേർഡ് തന്നെയുണ്ട്, സീസൺസാണ്. 6 സീസൺസും അതുമായിട്ട് ബന്ധപ്പെട്ട ഇമോഷൻസുമാണ് പറയുന്നത്. കാളിദാസയുടെ ഏർലിയസ്റ്റ് വർക്കാണെന്ന് കരുതപ്പെടുന്നു. ഫസ്റ്റ് സാൻസ്ക്രിറ്റ് വർക്ക് ടു ബി പ്രിൻറ്റഡ് ഇൻ കൊൽക്കത്ത. ലാസ്റ്റ് വർക്കാണ് മേഘദൂത. മേഘത്തിൻ്റെ ദൂതൻ എന്നോർത്ത് വെക്കാം, മെസ്സഞ്ചർ ഓഫ് ദ ക്ലൗഡ്സ്. ഇതിൽ യക്ഷ, കുബേര, മേഘ. നെക്സ്റ്റ് ഇതിൽ സ്റ്റോറി എന്ന് പറയുന്നത് മേഘത്തിന് ഒരു മെസ്സഞ്ചർ ആവാൻ വേണ്ടിയിട്ട് കൺവിൻസ് ചെയ്യുന്നതാണ്.
ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കാളിദാസ വാസ് എ ഫേമസ് പോയിറ്റ് ഇൻ ദ കോർട്ട് ഓഫ് ഡാഷ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ 4 ആണ്, ചന്ദ്രഗുപ്ത സെക്കൻഡ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് വർക്ക്സ് ഓഫ് കാളിദാസ ഈസ് ബേസ്ഡ് ഓൺ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ദ ബർത്ത് ഓഫ് കാർത്തികേയ, ദ സൺ ഓഫ് ഗോഡ് ശിവ ആൻഡ് ഗോഡസ് പാർവതി? ഇതിന് കറക്റ്റ് ആൻസർ ഓപ്ഷൻ 3 ആണ്, കുമാരസംഭവ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ 2 വർക്ക്സ് ഓഫ് കാളിദാസ, ദ ഗ്രേറ്റ് പോയറ്റ് ഓഫ് ദ കോർട്ട് ഓഫ് ചന്ദ്രഗുപ്ത സെക്കൻഡ്? ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ 3 ആണ്, കുമാരസംഭവ ആൻഡ് രഘുവംശ. കാളിദാസ ദ ഗ്രേറ്റ് സാൻസ്ക്രിറ്റ് പോയറ്റ് വാസ് എ മെമ്പർ ഓഫ് ദ കോർട്ട് ഓഫ് ചന്ദ്രഗുപ്ത സെക്കൻഡ്. ഇദ്ദേഹത്തെ തന്നെയാണ് വിക്രമാദിത്യ എന്ന് വിളിക്കുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് റിട്ടൺ ബൈ കാളിദാസ? അഭിജ്ഞാന ശാകുന്തളം ഇതെഴുതിയത് കാളിദാസയാണ്, രഘുവംശ എഴുതിയത് കാളിദാസയാണ്, വിക്രമോർവശി എഴുതിയതും കാളിദാസയാണ്. സോ ഇതിൻ്റെ കറക്റ്റ് ആൻസർ നീതിസാരയാണ്. എ ഫേമസ് പ്ലേ അഭിജ്ഞാന ശാകുന്തളം വാസ് റിട്ടൺ ബൈ വിച്ച് ഓഫ് ദ ഫോളോയിങ് പേഴ്സണാലിറ്റീസ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ 3 ആണ്, കാളിദാസ. വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്ലേസ് കാളിദാസ് റോട്ട്? കറക്റ്റ് ആൻസർ മാളവിക അഗ്നിമിത്ര. The play Abhignana Shakuntalam by Kalidasa is a love story between Shakuntala and King Dash. Shakuntala and King Dushyanta. Which of the following epic of Sanskrit ancient India has the love story of the son of the founder of the Sunga dynasty? Correct answer option 2 ആണ്, മാളവിക അഗ്നിമിത്ര. Ritu-Samhara or the 6 Seasons is a classic of Sanskrit literature written by Dash. Correct answer, Kalidasa.